ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആവിയിൽ വേവിച്ചെടുത്തിരിക്കുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കാൻ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് 250 ഗ്രാം ശർക്കര ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇത് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മെല്ലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 1 കപ്പ് നാളികേരം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മെല്ലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി 2 നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴം എടുക്കുമ്പോൾ കുറച്ച് പഴുത്ത നേന്ത്രപ്പഴം എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബ്രൗൺ കളറുള്ള അവിലാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ശർക്കര ഉരുക്കി വെച്ചിരുന്നല്ലോ, അത് അരിച്ചെടുത്ത ശേഷം ഒരു 1/4 കപ്പ് ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് റവ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ നമ്മൾ അരിയിച്ചു വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ടല്ലോ, ശർക്കര പാനിയുടെ ബാക്കിയുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി ഒഴിക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ 1/4 കപ്പ് കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 1 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അവിലും പഴത്തിൻ്റെയും കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ബാറ്റർ കുറച്ച് കട്ടിയുണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 2 നുള്ളു ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് അവസാനമായിട്ട് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു പാകത്തിന് വേണം ഈ മാവ് റെഡിയാക്കി എടുക്കാൻ. ഇനി ഇത് റെഡിയാക്കി എടുത്തിരിക്കുന്നത് കേക്ക് ടിന്നിലാണ്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വലിയ ടിൻ ആയതുകൊണ്ടാണ് ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കൈവശം ചെറിയ ടിന്നാണ് ഉള്ളതെങ്കിൽ 2 പ്രാവശ്യമായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതൊന്ന് തട്ടിക്കൊടുക്കാം. ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രമാണ് ഞാനിവിടെ അടുപ്പിൽ വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് കേക്ക് ടിൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെക്കാം. ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആവിയൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം മൂടി തുറന്ന് നോക്കിയിട്ട് ഒരു സ്പാച്ചിൽ വെച്ച് സൈഡൊക്കെ ഒന്ന് ഇതേമാതിരി വിടിയിപ്പിച്ചെടുക്കാം. ഇനി ഒരു പാത്രം വെച്ചിട്ട് നമുക്കിതൊന്ന് കമഴ്ത്തി ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി തിരിച്ച് ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാൻ.
അങ്ങനെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ 4 മണി പലഹാരം ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ആവിയിൽ വേവിച്ചുകൊണ്ട് തന്നെ അധികം മെഴുക്കൊന്നും ഇല്ലാതെ തന്നെ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറക്കരുത്. വലത്തുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.